മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനുമായിട്ട് നമ്മളൊരു പ്രൊജക്ട് നീക്കിയത്. പക്ഷെ അത് പല സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ കരിയറിൽ വലിയൊരു ഗ്യാപ്പ് വന്നു. ഞാനാണെങ്കിൽ മെന്റലി ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര ലോക്ക്ഡ് ആയിപ്പോയി. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് മറ്റൊരു സിനിമയിലേക്ക് കയറാൻ പറ്റുന്നില്ല. നാച്ചുറലി ഞാൻ വീണ്ടും പരസ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആ സമയത്താണ് ലാൽ ബാഗ് വരുന്നത്. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒറിജിനൽ OTT ഒറിജിനൽ എന്നുള്ള ഒരു ലേബൽ നമുക്ക് സ്വന്തമാക്കണം എന്നുള്ള പ്ലാനിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു പടമാണ്. ത്രില്ലറാണ് പ്ലാൻ ചെയ്തത്. ആ ത്രില്ലർ രീതിയിൽ സംഗതി നീക്കി പുള്ളി ബാംഗ്ലൂർ നടക്കുന്ന കഥയാണ്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ റീജിയണൽ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തത്. അത് OTTയുടെ ആ ഒരു സംഗതി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ കാസ്റ്റിംഗ് പോലും പ്ലാൻ ചെയ്തത്. തിയേറ്ററിക്കൽ റിലീസ് ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു കന്നഡ ആക്ടറെ ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസറായിട്ട് ഇടില്ല. സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നു. സിനിമകൾ പലതും ഇരുന്നുപോയി. സൂഫിയും സുജാതയും എന്ന് പറഞ്ഞ സിനിമ അത് തിയേറ്ററിന് വേണ്ടി ചെയ്ത സിനിമയാണ്. അങ്ങനെ അത് അവര് OTT റിലീസ് ചെയ്തു. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒറിജിനൽ സൂഫിയും സുജാതയും. അപ്പം എപ്പോഴും രണ്ടാമന് ചരിത്രത്തിൽ പ്രസക്തി ഇല്ലല്ലോ.